ഒരു ലോഗ് ഫുട്ടേജിനെ റെക് 709ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് വഴി ഇതാണ്. 3 നോഡ് ക്രിയേറ്റ് ചെയ്യുക. ആൾട്ട് എസ് പ്രസ് ചെയ്ത് 3 നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ നോഡിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? CST ഇൻ എന്ന് കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റത്തെ നോഡിലെ ഈ മൂന്നാമത്തെ അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? CST ഔട്ട് എന്ന് കൊടുക്കുന്നു. അങ്ങനെ CST ഇന്നും CST ഔട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ CST എന്ന് പറയുന്നത് ഈ കാണുന്ന കളർ സ്പേസ് ട്രാൻസ്ഫോം ആണ് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു നോഡിലേക്ക് നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം വലിച്ചിടുകയാണ്. വലിച്ചിട്ട ശേഷം ഇവിടെ സെറ്റിങ്സിൽ ഇൻപുട്ട് കളർ സ്പേസിൻ്റെ സ്ഥാനത്ത് ഏതാണോ നിങ്ങളുടെ ലോഗ് ഫയല് അതിനനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. ഇവിടെ slog3 ആയതുകൊണ്ട് നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ സോണി s-gamut3.cine എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. ഇൻപുട്ട് ഗാമ എന്ന് പറയുന്നത് slog3. ഇത് ഇവിടെ ഉണ്ട് slog3. ഓക്കെ. അതിനുശേഷം ഔട്ട്പുട്ട് കളർ സ്പേസ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡാവിഞ്ചി വൈറ്റ് ഗമറ്റ് എന്നുള്ളതാണ്. ഇതിവിടെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഡാവിഞ്ചി വൈറ്റ് ഗമറ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. ഔട്ട്പുട്ട് ഗാമ എന്ന് പറയുന്നത് ഡാവിഞ്ചി ഇന്റർമീഡിയറ്റ് എന്ന് കാണാൻ പറ്റും. ഇത് ഇവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഈ സെറ്റിങ്സ് ഒന്ന് നോക്കി വെച്ചോളൂ. ഇതാണ് ആദ്യത്തെ CST ഇന്നിൽ നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് CST ഔട്ടിൽ കൊടുക്കേണ്ടത് നോക്കാം. നോഡ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം വലിച്ച് ആ ഒരു നോഡിലേക്ക് ഇടുന്നു. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് കളർ സ്പേസിൻ്റെ അവിടെ ഡാവിഞ്ചി വൈറ്റ് ഗമറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഡാവിഞ്ചി വൈറ്റ് ഗമറ്റ്. ഇൻപുട്ട് ഗാമയുടെ അവിടെ എന്ത് കൊടുക്കണം? ഡാവിഞ്ചി ഇന്റർമീഡിയറ്റ്. ഇത് ഇവിടെ ഉണ്ട്. ഇനി ഔട്ട്പുട്ട് കളർ സ്പേസിലാണ് നമ്മൾ ഇതിനെ റെക് 709ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണം? അവിടെ ഔട്ട്പുട്ട് കളർ സ്പേസിൽ rec.709 ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഔട്ട്പുട്ട് ഗാമ എന്ത് കൊടുക്കണം? 2.4 ആണ് ഗാമ. അതെല്ലാവർക്കും അറിയാം. ഇവിടെ 2.4 ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു? ഒരു ലോഗ് ഫുട്ടേജിനെ റെക് 709ലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തില്ലേ? ഈ ഒരു സെൻറ്റർ നോഡിലാണ് നമ്മൾ ബാക്കി കറക്ഷൻസ് എല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായോ? വൈറ്റ് ബാലൻസ് ആയാലും അതിൻ്റെ കോൺട്രാസ്റ്റ് ആയാലും കളർ എല്ലാം ചെയ്യേണ്ടത് ഇതിനകത്താണ്. ഇനി നിങ്ങൾക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഇതിനകത്ത് വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഒറ്റ CST കൺവേർഷൻ ചെയ്യാതെ ഇതുപോലെ ഇന്നും ഔട്ടും CST നോഡ് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.